ഹലോ, ഇന്ന് പറയാൻ പോകുന്നത് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. തിയറീസ് ഓഫ് ഇൻ്റലിജൻസിൽ ആദ്യം വന്നിട്ടുള്ള തിയറി യൂണിഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. ഈ തിയറി കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണ്. ഈ ഒരു തിയറിയിൽ ഒരേ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരൊറ്റ ഫാക്ടറിനെ പറ്റിയിട്ടാണ് പറയണത്. അതുകൊണ്ടാണിത് യൂണിഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന് വേറൊരു പേരും പറയും, ജനറൽ കപ്പാസിറ്റി തിയറി എന്നും പറയും. ഓക്കെ, ഈ ഒരു തിയറിയിൽ പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ജനറലായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു യൂണിറ്ററി ആയിട്ടുള്ള ഒരു എബിലിറ്റി ആണെന്നാണ്. അപ്പോൾ ഈ ഒരു ജനറൽ എന്നുള്ള കാര്യത്തിന് നമ്മൾ ജി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ഫാക്ടർ കൊണ്ടുള്ള ഒരൊറ്റ കാര്യം കൊണ്ടുള്ള ഒരു കാര്യമായ കാരണമാണ് ഇത് യൂണിഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വന്ന തിയറിയാണ് സ്പിയർമാൻസ് ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഇത് കണ്ടുപിടിച്ചത് ചാൾസ് സ്പിയർമാൻ ആണ്. അപ്പം ഇതിൽ ഈ പേര് പോലെ തന്നെ 2 ഫാക്ടേഴ്സ് വരുന്നത്. ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് കംപ്രൈസ് ചെയ്തിരിക്കുന്നത് 2 ഫാക്ടേഴ്സ് ആണെന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഫാക്ടേഴ്സിനെ ജി ഫാക്ടർ എന്നും എസ് ഫാക്ടർ എന്നും വിളിക്കും. ജി ഫാക്ടർ എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റിയും എസ് ഫാക്ടർ എന്ന് പറയുന്നത് സ്പെസിഫിക് എബിലിറ്റീസുമാണ്. അപ്പം ഈ ജനറൽ എബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ നമുക്ക് കോമൺ എബിലിറ്റി എന്നും പറയും. ജനറലായിട്ടുള്ള ഈ എബിലിറ്റി ഇൻബോൺ ആയിട്ട് കിട്ടുന്നതും സ്പെസിഫിക് എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റ് വഴി നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതുമാണ് എന്നും കൂടെ ഈ ഒരു തിയറിയിൽ പറയുന്നുണ്ട്. അടുത്ത തിയറിയാണ് തേഴ്സ്റ്റൺസ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് തിയറി. ഈ തിയറി കൊണ്ടുവന്നത് ലൂയിസ് എൽ തേഴ്സ്റ്റൺ ആണ്. ഇതിൽ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നീട് 2 ഫാക്ടേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആദ്യത്തെ 7 കാര്യങ്ങൾ നോക്കാം. വെർബൽ കോംപ്രഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി ഫാക്ടർ, നമ്പർ ഫാക്ടർ, സ്പേസ് ഫാക്ടർ, അസോസിയേറ്റീവ് മെമ്മറി, പെർസെപ്ച്വൽ സ്പീഡ്. അതിനുശേഷം പിന്നെ ആഡ് ചെയ്തതാണ് ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും. വെർബൽ കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ഒരു വൊക്കാബുലറി ടെസ്റ്റ്, അതിൻ്റെ വേർഡ്സിൻ്റെയൊക്കെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിനെയാണ് വെർബൽ കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. വേർഡ് ഫ്ലുവൻസി എന്ന് പറയുന്നത് ഫ്ലുവൻ്റ് ആയിക്കൊണ്ട് വേർഡ്സ് റാപ്പിഡ്ലി നമുക്കിങ്ങനെ വരുന്ന ആ ഒരു ഒരുപാട് വേർഡ്സ് ചിന്തിക്കാനായിട്ട് പറ്റുന്നത്. നമ്പർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്പേഴ്സുമായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി. സ്പേസ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് സ്പേഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാനൊക്കെയുള്ള ആ ഒരു എബിലിറ്റിനെയാണ്. അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് എൻകോഡിങ്ങും സ്റ്റോറേജും റിട്രീവലൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇൻഫോർമേഷനൊക്കെ ക്വിക്ക്ലി ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ആ ഒരു എബിലിറ്റി. അടുത്ത ഫാക്ടറാണ് റീസണിങ് ഫാക്ടർ. റീസൺ ചെയ്തെടുക്കാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് റീസണിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം വന്നതാണ് ഡിഡക്റ്റീവ് റീസണിങ്ങും ഇൻഡക്റ്റീവ് റീസണിങ്ങും. അപ്പോൾ ഇത്രയാണ് തേഴ്സ്റ്റൺസ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. അടുത്തതാണ് ഗിൽഫോർഡ്സ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ എന്ന് പറയുന്ന മോഡൽ വന്നത്. ഈ മോഡലിനെ വേറെയും പേരിൽ അറിയപ്പെടുന്നുണ്ട്. 3 ഡയമെൻഷണൽ മോഡൽ എന്നും ദ ക്യൂബിക് മോഡൽ അങ്ങനെയൊക്കെ അറിയപ്പെടാറുണ്ട്. ഈ മോഡൽ കൊണ്ടുവന്നത് ഗിൽഫോർട്ടാണ്. 3 ഡയമെൻഷണൽ മോഡൽ എന്ന് പേര് വരാനായിട്ടുള്ള കാരണം ഇതൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് 3 കാര്യങ്ങൾ അതിൽ മെയിനായിട്ട് പറയുന്നത്. ഓപ്പറേഷൻസ്, കണ്ടൻറ്റ്, പ്രോഡക്ട്സ്. അതിന് അണ്ടറിൽ പിന്നെ സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഓപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ് കോഗ്നിഷൻ, മെമ്മറി റീകോഡിങ്, ഡൈവേർജൻറ്റ് പ്രൊഡക്ഷൻ, ഇവാലുവേഷൻ, കൺവെർജൻറ്റ് പ്രൊഡക്ഷൻ. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് തിങ്കിങ് ആണ്. ഒരാൾ ചെയ്യുന്ന ആ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോസസ് ഓഫ് തിങ്കിങ്ങിനെയാണ്. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ കോഗ്നിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, ഒരു കാര്യത്തെ ഡിസ്കവർ ചെയ്യാനും അതുപോലെ ഒരു ഇൻഫോർമേഷൻ റെക്കഗ്നൈസ് ചെയ്യാനും മനസ്സിലാക്കിയെടുക്കാനും മൊത്തത്തിലുള്ള ആ ഒരു കഴിവിനെയാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. മെമ്മറി റീകോഡിങ്ങോ, നമുക്ക് കാര്യങ്ങളൊക്കെ റീകോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള മെമ്മറി എത്രത്തോളം നമുക്കുണ്ട്, ഒരു കാര്യം എൻകോഡ് ചെയ്യാനും അത് റിട്ടൈൻ ചെയ്തെടുക്കാനൊക്കെയുള്ള ആ ഒരു കഴിവ്. പിന്നെ ഡൈവേർജൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ഒരുപാട് സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കൺവെർജൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതോ
ഒരൊറ്റ സൊല്യൂഷനിലേക്ക് ഒരു കൺവേർജൻ്റായിട്ട് ഒറ്റ കാര്യത്തിലോട്ട് എത്തുന്ന ആ ഒരു രീതി. പിന്നെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജഡ്ജ് ചെയ്തെടുക്കുക, നമുക്കുള്ള നോളജ് വെച്ചിട്ട് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് ജഡ്ജ് ചെയ്തെടുക്കുന്നതിനെയാണ്. അപ്പോൾ അത്രയാണ് ഓപ്പറേഷൻസിൽ വരുന്നത്. അടുത്തതാണ് കണ്ടൻറ്റ്. കണ്ടൻറ്റിലും വരുന്നത് 5 സബ് കാറ്റഗറീസാണ്. കണ്ടൻറ്റ് മീൻസ് നമ്മൾ ആ ഒരു ഓപ്പറേഷൻസ് എങ്ങനെ പെർഫോം ചെയ്തെടുക്കാം, അത് ഏതൊരു മെറ്റീരിയലിൽ കൂടെയാണ് നമുക്കത് പെർഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്, അതിനെയാണ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതിലുള്ളതാണ് വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയർ. വിഷ്വലിൽ കോൺക്രീറ്റ് വിഷ്വൽ മെറ്റീരിയലാണ് വരുന്നത്. ഓഡിറ്ററിയിലോ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പെർസീവ്ഡ് ആണ്. സൗണ്ട് എങ്ങനെ പെർസീവ് ചെയ്തെടുക്കുന്നു അതിൻ്റെ ക്യാരക്ടറും നേച്ചറുമാണ് വരുന്നത്. സിംബോളിക്കിലാണെങ്കിൽ ലെറ്റേഴ്സും സൈൻസും ഒക്കെയാണ് വരുന്നത്, ലെറ്റർ, വേർഡ്സ്, സൈൻസ്, അതൊക്കെ. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, മീനിങ് ആണ്, ഒരു വേർബൽ കാര്യത്തിൻ്റെ ഒരു വേർഡിൻ്റെ മീനിങ്ങിനെയാണ് പറയുന്നത്. ബിഹേവിയറലോ മറ്റുള്ള ആളുകളുടെ ആ ഒരു നോളജിനെയാണ് ബിഹേവിയറൽ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോഡക്റ്റ്സ്. പ്രോഡക്റ്റ്സിൽ 6 കാറ്റഗറീസ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ 2 5 കാറ്റഗറീസ് ആയിരുന്നു. പ്രോഡക്റ്റിൽ വരുമ്പം അത് 6 ഉണ്ട്. യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ഇംപ്ലിക്കേഷൻസ്, ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആദ്യത്തേതാണ് യൂണിറ്റ്സ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വേർഡിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ. ക്ലാസസ് എന്ന് പറയുന്നതോ ഒരു പ്രൊഡക്ഷൻ ഓഫ് കൺസെപ്റ്റിനെയാണ് നമ്മൾ ക്ലാസസ് എന്ന് പറയുന്നത്. റിലേഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഫോമിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവും. അടുത്താണ് സിസ്റ്റംസ്. അടുത്തതാണ് സിസ്റ്റംസ്. സിസ്റ്റംസ് എന്ന് പറഞ്ഞാലോ ഒരു ഇൻറ്റേർണലി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് വേരിയസ് ഫോംസിനെയാണ് നമ്മൾ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷനാണ് അടുത്തത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഓഫ് ചേഞ്ചസ് ഇൻ മീനിങ്ങിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലുള്ള എന്തെങ്കിലുമൊക്കെ ചേഞ്ചസിനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസത്തിന്. അടുത്തതാണ് ഇംപ്ലിക്കേഷൻസ്. നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഡാറ്റയിൽ നിന്നല്ലാതെ അതിനും ബിയോണ്ടായിട്ട് ഉള്ള ആ ഒരു പ്രൊഡക്ഷൻ ഓഫ് ഇൻഫോർമേഷനെയാണ് നമ്മൾ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കൂടി ചേർന്നതാണ് നമ്മുടെ ഈ ഒരു തിയറി എന്ന് പറയുന്നത്, ഗിൽഫോർഡിൻ്റെ തിയറി. പിന്നെ അടുത്ത തിയറിയാണ് കാറ്റൽസ് തിയറി ഓഫ് ഇൻ്റലിജൻസ്. അത് കണ്ടുപിടിച്ചത് റെയ്മണ്ട് കാറ്റിലാണ്. ഇതിൽ വരുന്നത് 2 ഫാക്ടേഴ്സാണ്. എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? 2 കാര്യങ്ങളാണ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്പോട്ടിൽ തന്നെ ചിന്തിച്ചെടുക്കാനുള്ള ഒരു എബിലിറ്റിയും അപ്പം തന്നെ സോൾവ് ചെയ്യാനുള്ള പുതിയ കാര്യങ്ങൾ, ആ ഒരു പ്രോബ്ലത്തെ അപ്പം തന്നെ കണ്ട് സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു ഗെയിൻ ന്യൂ ടൈപ്സ് ഓഫ് നോളജ് എന്നൊരു കാര്യം ഇതിലുണ്ട്. നമുക്ക് പുതുതായിട്ടുള്ള ഒരു നോളജ് ഇതിലുണ്ട്, അങ്ങനെ ആർജിച്ചെടുക്കാനുള്ള ഒരു എബിലിറ്റിയും ഉണ്ട്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഫാക്ച്വൽ നോളജ് അബൌട്ട് ദ വേൾഡ്, നമ്മുടെ വേൾഡിനെ കുറിച്ചുള്ള ഒരു ഫാക്ച്വൽ നോളജാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ലേൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സ്കിൽസാണ് ഇതിലുണ്ടാവുക. അടുത്ത ഇൻ്റലിജൻസ് തിയറിയാണ് ഹവാർഡ് ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അദ്ദേഹം ഒരു 8 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് കൊണ്ടുവന്നത്. ഈ ഒരു തിയറിൻ്റെ ഉള്ളിൽ 8 കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? അപ്പോൾ 8 കാര്യങ്ങളാണ്. വിഷ്വോസ്പേഷ്യൽ, രണ്ടാമത്തത് വെർബൽ ലിംഗ്വിസ്റ്റിക്, മൂന്നാമത്തത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ, നാലാമത്തത് ബോഡിലി കൈനസ്തെറ്റിക്, അഞ്ചാമത്തത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ആറാമത്തത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, 7 ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, 8 നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. അതിനുശേഷം പിന്നീട് വേറെ 2 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, എസ്റ്റെൻഷ്യലിസം, എൻവയോൺമെൻ്റലിസ്റ്റിക്കും, അങ്ങനെ 2 പിന്നീട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് വിഷ്വോസ്പേഷ്യലാണ്. വിഷ്വോസ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫിസിക്കൽ സ്പേസിനെ, നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ, നമ്മുടെ എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവാണ്. ഇവർക്ക് കൂടുതൽ അതിന് ഈ ബേസ് ഇൻ്റലിജൻസ് ഉണ്ടാവും. അപ്പം ഇത് കൂടുതലായിട്ട് ആർക്കിടെക്ട്സിനൊക്കെ ഉണ്ടാവുക. കൂടുതൽ അവർക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, മാപ്സ് റീഡ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ആളുകൾക്ക് ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. അടുത്തതാണ് വെർബൽ ലിംഗ്വിസ്റ്റിക്. വേർഡ്സിൽ ഇവർ ഭയങ്കര പുലികളായിരിക്കും എന്ന് പറയാം.
അത് കാരണം തന്നെ പോയട്രി, സ്റ്റോറീസ് അങ്ങനത്തെ ഒക്കെ എഴുതാനുള്ള കഴിവുണ്ടായിരിക്കും. നന്നായി വായിക്കുന്നവരായിരിക്കാനുള്ള വഴിയുണ്ട്. അടുത്തത് ലോജിക്കൽ മാത്തമാറ്റിക്കലാണ്. നന്നായി കാൽക്കുലേറ്റ് ചെയ്യാനും റീസണിങ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. കൂടുതലായിട്ട് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റുവലായിട്ടുള്ള തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ടീമാണ് ലോജിക്കൽ മാത്തമാറ്റിക് ഇൻ്റലിജൻസ് ഉള്ളത്. അടുത്തതാണ് ബോഡിലി കൈനസ്തെറ്റിക്. ഇവരെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബോഡി അവെയർനെസ്, കൈനസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ബോഡി യൂസ് ചെയ്യുന്നവരാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഡാൻസേഴ്സിന് ഈ ഒരു കഴിവ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ അവർ അവരുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കാരണം തന്നെ ആക്ടേഴ്സും കൂടുതൽ ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉള്ളവരാവാൻ വഴിയുണ്ട്. പിന്നെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ്. കൂടുതൽ നന്നായി പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഈ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് നന്നായിട്ടുള്ളവരായിരിക്കും. അവർക്ക് പുതിയ റിതം ക്രിയേറ്റ് ചെയ്യാനായിട്ടും അങ്ങനത്തെ കഴിവുകളും ഉണ്ടാവും. അതുപോലെ തന്നെ സ്പീച്ചിനോടും ടോണിനോടൊക്കെ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. അടുത്താണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്. ഇവരെന്ന് പറയുന്നത് അവനാൻ്റെ തന്നെ ഇൻറ്റീരിയർ തോട്ട്സും ഫീലിങ്സും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കും. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഫീലിങ്സും നീഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ആ ഒരു കഴിവുള്ളവരായിരിക്കും. അടുത്തത് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. നമ്മുടെ നേച്ചറിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവുള്ളവരായിരിക്കും നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഹവാർഡ് ഗാർഡനേഴ്സ് തിയറിയിൽ വരുന്നത്. പിന്നീട് 2 ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റൻഷ്യലിസം, എൻവയോൺമെൻ്റലിസം. എക്സ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത് കൂടുതലും സ്പിരിച്വൽ കാര്യങ്ങളായിരിക്കും. അതുപോലെ നമ്മുടെ ലൈഫിനുള്ള മീനിങ്, പർപ്പസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഫിലോസഫേഴ്സൊക്കെ ആയിരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. കൂടുതൽ അവർക്കായിരിക്കും ഈ ഒരു ഇൻ്റലിജൻസ് കൂടുതലുണ്ടാവുക. എൻവയോൺമെൻ്റലിസ്റ്റിക് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആക്ടിവിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കാനാണ് വഴി. അടുത്തതാണ് സ്റ്റേൺബർഗ്സ് ട്രൈറാർക്കി തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഇത് കണ്ടുപിടിച്ചത് R.J. സ്റ്റേൺബർഗ് ആണ്. അപ്പോൾ ഇതിൽ സ്റ്റേൺബർഗിൻ്റെ തിയറിയിൽ വരുന്നത് 3 കാര്യങ്ങളാണ്. 3 സബ് തിയറീസാണ് വരുന്നത്. അനാലിറ്റിക്കൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. ഇതിനും 3നും വേറെ പേരും കൂടി ഉണ്ട്. അനാലിറ്റിക്കൽ ഇൻ്റലിജൻസ് നമ്മൾ കമ്പോണൻഷ്യൽ എന്നും, ക്രിയേറ്റീവ് ഇൻ്റലിജൻസിനെ എക്സ്പെറിൻഷ്യൽ എന്നും, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസിനെ കോണ്ടെക്സ്റ്റുവൽ എന്നും പറയും. ഈ അനാലിറ്റിക്കൽ ഇൻ്റലിജൻസിനെ ബുക്ക് സ്മാർട്ട് എന്നും അതുപോലെ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസിനെ സ്ട്രീറ്റ് സ്മാർട്ട് എന്നും പറയാറുണ്ട്. ഈ അനാലിറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞത് കൂടുതലായിട്ട് അക്കാദമിക് എബിലിറ്റി ഉള്ളവരായിരിക്കും. അവർക്ക് കൂടുതലായിട്ട് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ പുതിയ നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു കഴിവും കൂടുതലായിരിക്കും. അടുത്ത സബ് തിയറിയാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. ഇതെന്ന് പറയുന്നത് പുതിയ ഐഡിയാസും സൊല്യൂഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഈ ആളുകൾക്ക് കൂടുതലായിരിക്കും. അടുത്ത 3ാമത്തെ തിയറിയാണ് സബ് തിയറിയാണ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. അവരെ പറയുന്ന പേരാണ് സ്ട്രീറ്റ് സ്മാർട്ട് എന്നും. അവർ കൂടുതലായിട്ടും പുതിയ എൻവയോൺമെൻറ്റിനോട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. ചേഞ്ചസിനോടൊക്കെ ഈസിലി അഡാപ്റ്റ് ചെയ്യുന്ന ടീംസ് ആയിരിക്കും. അവരുടെ ചുറ്റിലുള്ള എൻവയോൺമെൻറ്റ് ടാസ്കൊക്കെ അങ്ങനെ ബെസ്റ്റ് പോസിബിൾ വേയിൽ അവർ റെഡിയാക്കാനായിട്ട് നോക്കും. അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്നാണ് അവരുടെ പേര്. കോണ്ടെക്സ്റ്റുവൽ സബ് തിയറി എന്നും പറയും ഇതിനെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റേൺബർഗ്സിൻ്റെ ട്രൈറാർക്കി തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ 7 ഇൻ്റലിജൻസ് തിയറീസാണ് പറഞ്ഞു പോയിട്ടുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ തിയറീസും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. താങ്ക് യു.